ആപ്പിളിൻ്റെ ഒഫീഷ്യൽ കേസ് ലൈനപ്പിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് അവരുടെ സിലിക്കൺ കേസ് തന്നെയാണ്. പക്ഷേ ആ കേസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഒരു 5,000 ഇന്ത്യൻ റുപ്പീസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ പ്രൈസ്ഡ് ആയ ഒരു കേസാണ്, അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയ ഒരു ആക്സസറി ആണ്. പക്ഷേ ക്വാളിറ്റി അത്യാവശ്യമുണ്ട്. എന്നാലും നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലോണം ഉള്ളൊരു വെയർ ആൻഡ് ടിയർ കാണാൻ പറ്റും. അതായത് ആ ഒരു കേസിൻ്റെ ക്വാളിറ്റി എത്ര നല്ലതെന്ന് പറഞ്ഞാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആ ഒരു സിലിക്കൺ ഇളകി പോകുന്ന കാര്യങ്ങളോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി സിലിക്കൺ കേസ് വാങ്ങിക്കുന്നത് എപ്പോഴും നല്ലൊരു ചോയ്സ് തന്നെയാണ്. അതായത് നമുക്ക് ഒരുപാട് പ്രൈസ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അതിൽ പക്ഷേ നമ്മൾ തേർഡ് പാർട്ടി കേസ് നോക്കാൻ നേരത്ത് ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ സിലിക്കൺ കേസ് തൊട്ടാണ് തുടങ്ങുന്നത്. അതിൽ തന്നെ ഞാൻ ഉപയോഗിച്ചതിനകത്ത് വെച്ച് എനിക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള എന്നാൽ ഒരുപാട് പ്രൈസ് കൂടാത്ത ഒരു കേസായിട്ട് തോന്നിയെന്ന് പറയുന്നത് ഇലാഗോൻ്റെ സിലിക്കൺ കേസ് ഓപ്ഷനാണ്. അത് ഈ കേസിൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ 999 തൊട്ട് ഏതാണ്ട് 1,399 ഇന്ത്യൻ റുപ്പീസ് വരെയാണ് ഇതിൻ്റെ പ്രൈസിങ് റേഞ്ച് പോയേക്കുന്നത്. അതും ഏറ്റവും ഈ ഒരു വില കൂടിയ കേസ് എന്ന് പറയുന്നത്, അതായത് 1,400 റേഞ്ച് വന്നേക്കുന്ന കേസ് എന്ന് പറയുന്നത് അതിനകത്ത് മാക്സ് സേഫ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബട്ടൺസ് എന്ന് പറയുന്നത് മെറ്റൽ ബട്ടൺസ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വ്യത്യാസം അതിനകത്തുണ്ട്. അത് ഞാൻ വാങ്ങിച്ചേക്കുന്ന അവരുടെ ബേസിക് കേസ് ഓപ്ഷനാണ്. അതായത് ഈ ഒരു 999 ഇന്ത്യൻ റുപ്പീസ് റേഞ്ച് വന്നേക്കുന്ന കേസ് ഓപ്ഷനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നതും അങ്ങനെ ഭയങ്കര ചീപ്പായ ഒരു കേസൊന്നും അല്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൈസിങ് കൊടുക്കുമ്പം പിന്നെ അത് കിട്ടുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ നമുക്ക് ചീപ്പായിട്ടുള്ള തേർഡ് പാർട്ടി കേസസിനെ കാട്ടിയും അത്യാവശ്യം നല്ല രീതി തന്നെയാണ്. അതായത് നിങ്ങൾ സിലിക്കൺ കേസ് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ക്വാളിറ്റിയുടെ ഏതാണ്ട് ഒപ്പം കിട്ടുന്ന ഒരു കേസ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു കേസ് ഓപ്ഷൻ അത്യാവശ്യം നല്ല തന്നെയാണ്. അതിനകത്തുള്ള കളർ ഓപ്ഷൻസ് പറയുന്നത് ഒരുപാട് കിട്ടുന്നുണ്ട്. അതിനകത്ത് തന്നെ ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കളർ ഓപ്ഷൻ എന്ന് പറയുന്നത് മീഡിയം ഗ്രേ ആണ്. അപ്പോൾ ഈ മീഡിയം ഗ്രേ ഓപ്ഷൻ അത്യാവശ്യം നല്ലോണം തന്നെ ഈ ഒരു ബ്ലൂ ടൈറ്റീനിയം ഫോണായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഈ സിലിക്കൺ കേസിൻ്റെ ഇൻഹാൻഡ് ഫീൽ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സിലിക്കൺ കേസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണോ അത് കണക്കാണ് വന്നേക്കുന്നത്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അകത്തുള്ള കാര്യം നോക്കുവാണെങ്കിൽ കേസിൻ്റെ അകത്തേക്കുള്ള മൈക്രോ ഫൈബർ ലൈനിങ് നോക്കുവാണെങ്കിൽ അതുകൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പെർഫെക്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ മൊത്തത്തിൽ കവറിങ് എല്ലാം വരുന്നുണ്ട്. ആ കൂടെ കട്ടൗട്ട് വരുന്നതെന്ന് പറയുന്നത് ക്യാമറ കട്ടൗട്ടിനും പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ടിനുമാണ്. അതും കട്ടൗട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ സ്പീക്കർ കട്ടൗട്ട് നോക്കുവാണെങ്കിൽ തന്നെ അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് അധികം മോശം പറയാനില്ല. പക്ഷേ ഒരു സ്ഥലം പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ ബട്ടൺ ഏരിയ നോക്കുവാണെങ്കിൽ നമ്മുടെ വോളിയം ബട്ടൺ, ആക്ഷൻ ബട്ടൺ, അത് കണക്ക് തന്നെ നമ്മുടെ സൈഡ് ബട്ടൺ നോക്കുവാണെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നതിനകത്ത് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൂടി കണക്കാണ്. അതായത് ആ ഒരു സ്ഥലത്ത് ഒരുപാട് ടൈറ്റായിട്ടല്ല ഇരിക്കുന്നത്. നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനക്കം നോക്കുവാണെങ്കിൽ അവിടെ അനങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു ക്വാളിറ്റി പരമായിട്ട് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു കാര്യം കണ്ടെങ്കിലും ഈ കേസ് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്കങ്ങനെ വലിയ പ്രശ്നവും തോന്നിയിട്ടില്ല. അതായത് ആ ഒരു സ്ഥലം ലൂസായി വരുന്നൊരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിനകത്ത് ഏതാണ്ട് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സിലിക്കൺ കേസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണോ അത് കണക്കാനെ കിട്ടുന്നുണ്ട്. അതൊരു സ്ക്രീൻ ഏരിയ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് നമുക്കൊരു ലേ ഓൺ ദ ടേബിൾ ഡിസൈൻ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യാമറ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അതായത് ക്യാമറ എന്ന് പറയുന്ന സെക്ഷൻ ഒരുപാട് അകത്തേക്ക് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നല്ലോണം തന്നെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് കയ്യിൽ നിന്ന് തെന്നിപ്പോണ ഒരു കാര്യം തോന്നിയിട്ടില്ല. അതിൻ്റെ കൂടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കൺ മെറ്റീരിയൽസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ പോക്കറ്റ് വെച്ച് എടുക്കുന്ന സമയത്ത് ലിൻഡ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ലിൻഡ് അട്രാക്ഷൻ ഇതിനകത്തുണ്ട്. അതായത് നമുക്ക് ലിൻഡ് എന്ന് പറഞ്ഞ കാര്യം ഇതിനകത്ത് ഒരുപാട് അട്രാക്റ്റഡ് ആവും. അത് സിലിക്കൺ കേസിൻ്റെ പ്രശ്നമാണ്. പക്ഷേ നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് തുടയ്ക്കുവാണെങ്കിൽ അതങ്ങ് പോകും. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം ഈ കേസിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിൽ എനിക്ക് ഈ കേസ് ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു പ്രൈസ് റേഞ്ചിന് എനിക്ക് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സിലിക്കൺ കേസിനെ കാട്ടിയും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഒരു കേസ് തന്നെയാണ്. അത് ഞാൻ മാക്സ് സേഫ് സപ്പോർട്ട് ഇല്ലാത്ത കേസാണ് വാങ്ങിച്ചേക്കുന്നത്. അതായത് മാക്സ് സേഫ് സപ്പോർട്ടുള്ള കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 1,400 പ്രൈസ് കൊടുത്തിട്ട് ആ ഒരു കേസ് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ആ ഒരു കേസ് വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് മാക്സ് സേഫ് സപ്പോർട്ട് കിട്ടുന്നതിനോട് തന്നെ ബട്ടൺസ് അലുമിനിയം ബട്ടനായി മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് സിലിക്കൺ കേസാണ് ഇഷ്ടം, പക്ഷേ ആപ്പിളിൻ്റെ പ്രീമിയം പ്രൈസ് കൊടുത്ത് അവരുടെ ഒഫീഷ്യൽ കേസ് വാങ്ങിക്കാൻ താല്പര്യമില്ല. അതിന് പകരം നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി കേസ് മതി. അത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി കേസ് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ചീപ്പായ ഒരു ക്വാളിറ്റി അല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു പ്രൈസ് കൊടുത്താൽ, അതായത് ഒരു 1,000 റേഞ്ചിലുള്ള ഒരു പ്രൈസ് കൊടുത്താൽ, അത് നമുക്ക് ഓഫേഴ്സൊക്കെ വരുമ്പോൾ എന്തായാലും 1,000 റേഞ്ചിലേക്ക് താഴേക്ക് വരേണ്ട ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു കേസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സിലിക്കൺ കേസിൻ്റെ ഏതാണ്ട് ഒപ്പം വരുന്ന ഒരു രീതിയിലുള്ള ഒരു കേസ് തന്നെയാണ്. അതായത് ബിൽഡ് ക്വാളിറ്റിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏതാണ്ട് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സിലിക്കൺ കേസിൻ്റെ ഒരു 80% അത് കണക്ക് തന്നെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വരുന്ന ഒരു സിലിക്കൺ കേസ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. അതുകണക്ക് തന്നെ നിങ്ങൾ ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐഫോൺ കേസസ് ഏതാണ്? അതായത് നിങ്ങളൊരു ട്രാൻസ്പെറൻറ്റ് കേസാണോ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിലിക്കൺ കേസാണോ പ്രിഫർ ചെയ്യുന്നത്, അതല്ല ലെതർ കേസാണോ പ്രിഫർ ചെയ്യുന്നത്? അങ്ങനത്തെ കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തുള്ളിൽ കാണാം. അതുവരെ ബൈ.